ഇന്ന് കേരള വനിതാ കമ്മീഷൻ്റെ കോഴിക്കോട് ജില്ലാതല സിറ്റിങ്ങിൽ 68 പരാതികളാണ് കമ്മീഷൻ്റെ മുമ്പാകെ ഹിയറിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. 8 പരാതികൾ ഇവിടെ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. 5 പരാതികളിൽ പോലീസിൻ്റെ ഈ റിപ്പോർട്ടിന് വേണ്ടി അയച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി മുമ്പാകെ 3 പരാതികൾ അയച്ചു നൽകിയിട്ടുണ്ട്. കമ്മീഷൻ്റെ മുമ്പാകെ കോഴിക്കോട് റീജിയണൽ ഓഫീസിൽ ഇപ്പോൾ കൗൺസിലിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗാർഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളിലും കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളും അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള ഒരു സ്ഥിരം സംവിധാനമായി കോഴിക്കോട് റീജിയണൽ ഓഫീസിൽ ഞങ്ങൾ കൗൺസിലർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 3 കേസുകൾ ഈ ഇന്നത്തെ ഹിയറിങ്ങിൽ നിന്ന് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. വന്നിട്ടുള്ള പരാതികളിൽ നല്ലൊരു പങ്കും ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളാണ്. അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയ രൂപത്തിലുള്ള പീഡനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇന്റേണൽ കമ്മിറ്റികളുടെ പ്രവർത്തനം പല തൊഴിൽ സ്ഥാപനങ്ങളിലും ഇല്ല എന്നുള്ള ആക്ഷേപം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും വനിതാ കമ്മീഷൻ ചെയ്യുന്നത് തൊഴിൽ സ്ഥാപനങ്ങളോട് ഇന്റേണൽ കമ്മിറ്റികൾ പ്രവർത്തനക്ഷമമാക്കി അത്തരം പ്രശ്നങ്ങൾ അവിടെ വെച്ച് തന്നെ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് വനിതാ കമ്മീഷൻ നൽകുന്നത്. പല തൊഴിൽ സ്ഥാപനങ്ങളിൽ 2013 നിലവിൽ വന്നിട്ടുള്ള നിയമം വർഷങ്ങൾക്കിപ്പുറവും പതിറ്റാണ്ടിനിപ്പുറവും പ്രാവർത്തികമാക്കപ്പെടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം വനിതാ കമ്മീഷൻ കാണുകയാണ്. ഏറ്റവും ശക്തമായ സ്ത്രീ സുരക്ഷാ സംവിധാനങ്ങൾ, സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ നിലനിൽക്കുമ്പോഴും ആ നിയമത്തിൻ്റെ പരിരക്ഷ എത്രത്തോളം സ്ത്രീകൾക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. 1980-കൾക്കിപ്പുറമാണ് ഏറ്റവും അധികം സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ രാജ്യത്തുണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ലൈംഗിക പീഡന കേസുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. 80-കൾക്കിപ്പുറം ആണ് ലൈംഗിക പീഡന കേസുകൾ സംബന്ധിച്ചും ശക്തമായിട്ടുള്ള നിയമ സംവിധാനം രാജ്യത്ത് നിലവിൽ വന്നിട്ടുള്ളത്. കൂട്ടബലാത്സംഗത്തിൻ്റെ കേസുകളിൽ, അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന കേസുകളിൽ, 12 വയസ്സിന് ചുവടെയുള്ള പെൺകുട്ടികളെ പീഡനത്തിന് വിധേയമാക്കുന്ന കേസുകളിൽ, കസ്റ്റഡികളിൽ വെച്ച് പോലീസിൻ്റെയും മറ്റ് ഉന്നത അധികാര സ്ഥാപനങ്ങളുടെയും കസ്റ്റഡികൾക്കകത്ത് കഴിയുന്ന സ്ത്രീകളുടെ നേർക്ക് നടക്കുന്ന അതിക്രമങ്ങളുടെയൊക്കെ കേസുകളിൽ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണമെന്നും പരമാവധി ശിക്ഷ നൽകണം എന്നുമുള്ള നിയമ സംവിധാനം, നിയമവ്യവസ്ഥ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത് 1986-ലാണ്. അപ്പോൾ കസ്റ്റോഡിയൽ റേപ്പിൻ്റെ കാര്യത്തിലും കൂട്ടബലാത്സംഗ കേസിൻ്റെ കാര്യത്തിലും പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യം പോലും പലപ്പോഴും പാലിക്കപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് അടുത്ത കാലത്തായിട്ട് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു വിധിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ പരമാവധി ശിക്ഷ ബലാത്സംഗ കേസുകളിൽ, പ്രത്യേകിച്ച് കൂട്ടബലാത്സംഗ കേസുകളിൽ പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ള നിയമവ്യവസ്ഥ നിലനിൽക്കുമ്പോഴും പോലും പരമാവധി ശിക്ഷ നൽകാതെ പ്രതികളെ ലഘൂകരിച്ച അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകുന്നു എന്നുള്ളത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമായി കാണുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കോടതികൾക്ക് മുമ്പാകെ എത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്കുള്ള ശിക്ഷകൾ നടപ്പാക്കുന്നത്. പക്ഷേ കൂട്ടബലാത്സംഗത്തിനൊരു പെൺകുട്ടി വിധേയമായി എന്നുള്ള തെളിവുകൾ ഉണ്ടായിട്ടുള്ള പശ്ചാത്തലത്തിലാണ് കൂട്ടബലാത്സംഗം നടന്നു എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വിധി ഉണ്ടാവുന്നത്. അത്തരം കേസുകളിൽ ഉൾപ്പെടെ പരമാവധി ശിക്ഷ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അതിജീവിതകൾക്ക് പൊതുസമൂഹത്തിനോട് തനിക്ക് നീതി ലഭിച്ചില്ല, തുല്യനീതി ലഭ്യമായിട്ടില്ല എന്ന് പറയാനിടയായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് അതീവ ഗൗരവമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ, പുരുഷ മേധാവിത്വപരമായിട്ടുള്ള ചിന്താഗതിയുടെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് ലഭ്യമാവേണ്ടുന്ന അവകാശങ്ങളും നിയമങ്ങളുടെ പരിരക്ഷയും ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അതിജീവിതക്ക് അത്തരം ഒരു വിഷമം
ഈ സമൂഹത്തിനോട് പങ്കുവെക്കാൻ ഇടവന്നു എന്നുള്ളത് വളരെ അധികം ആശങ്കയുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമായിട്ട് വനിതാ കമ്മീഷൻ കാണുകയാണ്. തീർച്ചയായും സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ, ആത്മാഭിമാനത്തോടെ തൊഴിലിടത്തിൽ ജോലി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്താൻ സമൂഹത്തിൻ്റെ ആകെ ഇടപെടൽ ഉണ്ടാവണം. ഈ കാര്യത്തിൽ നിയമ സംവിധാനങ്ങൾ ശക്തമായിട്ടുള്ള നിലയിലുള്ള ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകളിൽ ഏറ്റവും നല്ല രൂപത്തിലുള്ള പരിരക്ഷ കൊടുക്കുന്നതിന്, ഉറപ്പുവരുത്തുന്നതിന് കേരളത്തിലെ പോലീസ് സംവിധാനം തയ്യാറാവുന്നുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രതീക്ഷയുണ്ടാക്കുന്ന കാര്യമാണ്. ഈ ബലാത്സംഗ കേസിൽ, കൂട്ടബലാത്സംഗ കേസിൽ ചില പ്രതികളെ വെറുതെ വിട്ടതിൻ്റെ പശ്ചാത്തലത്തിലും പരമാവധി ശിക്ഷ മറ്റ് ശിക്ഷയ്ക്ക് വിധേയരായിട്ടുള്ള പ്രതികൾക്ക് നൽകാതിരുന്നതിനെതിരായിട്ടും ഉള്ള കേസിൽ ഗവൺമെൻറ് അപ്പീൽ സമർപ്പിക്കും എന്നുള്ളതാണ് നിയമവകുപ്പ് മന്ത്രി തന്നെ ഇപ്പോൾ അടുത്തായിട്ട് പ്രസ്താവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഈ കാര്യത്തിൽ അനിവാര്യമാണ് എന്ന് വനിതാ കമ്മീഷൻ കാണുകയാണ്. അതിജീവിതകൾക്ക് പരിരക്ഷ കൊടുക്കണം എന്നുള്ള നിയമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത്തരം കേസുകളിൽ വിക്ടിം എന്ന പേര് പോലും പറയാൻ പാടില്ല, അതിജീവിതകളുടെ പേര് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒരു വ്യവസ്ഥ തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അതിജീവിതകളെ വീണ്ടും അപമാനിക്കുകയാണ്, വീണ്ടും അധിക്ഷേപങ്ങൾക്ക് വിധേയമാക്കുകയാണ്. ഇത് കേരളീയ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അധിക്ഷേപത്തിനും അതിക്രമത്തിനും വിധേയരായിട്ടുള്ള സ്ത്രീകളെ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ തയ്യാറാവുന്നു എന്നുള്ളത് നിയമവ്യവസ്ഥയോട് തന്നെയുള്ള വെല്ലുവിളിയാണ്. നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കാനും സ്ത്രീകളെ അധിക്ഷേപിക്കാനുള്ള അധികാരം തങ്ങൾക്കുണ്ട് എന്ന് പരസ്യമായിട്ട് ഈ സമൂഹത്തോട് പറയാനും ഒരു കൂട്ടം ആളുകൾ തയ്യാറാവുന്നു എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്. IT ആക്ട് അനുസരിച്ചും അതുപോലെ തന്നെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മറ്റ് നിയമങ്ങളനുസരിച്ചും IT ആക്ട് അനുസരിച്ച് ഇപ്പോൾ കേസുകൾ അത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരായിട്ട് ചുമത്താൻ പോലീസ് സംവിധാനം തയ്യാറായിട്ടുണ്ട്. കേരളത്തിലെ സൈബർ പോലീസ് സംവിധാനം കൂടുതൽ കരുത്തുറ്റതായിട്ട് മാറേണ്ടുന്നത് അനിവാര്യമാണ് എന്ന് കാണുകയാണ്. എന്ത് അധിക്ഷേപങ്ങളും ആർക്കെതിരായിട്ടും നടത്താം എന്നുള്ള ഒരു ധാരണ തിരുത്തി കുറിക്കേണ്ടുന്നത് വളരെ അനിവാര്യമാണ്. നമ്മുടെ സൈബർ പോലീസ് സംവിധാനം കാര്യക്ഷമമാക്കാനും IT ആക്ട് അനുശാസിക്കുന്ന വിധത്തിലുള്ള പരിരക്ഷ അതിജീവിതകൾക്ക് നൽകുന്നതിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷയുണ്ടാക്കുന്ന കാര്യമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൂടുതൽ അധിക്ഷേപങ്ങൾക്ക് വിധേയരാകുന്ന അതിജീവിതമാർ പരിഭ്രമിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതികരണം നടത്താതിരിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ആശങ്കയുണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ തങ്ങളുടെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പരാതികളിൽ നിന്ന് പിന്മാറാതെ ശക്തമായിട്ടുള്ള നിലവിലുള്ള നിയമ സംവിധാനം അനുസരിച്ച് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ മുന്നോട്ട് വരാനുള്ള ആർജവമുള്ള മനസ്സിൻ്റെ ഉടമകളായിട്ട് ഓരോ തരത്തിലും പീഡനങ്ങൾക്കിരകളാവുന്ന സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ് കമ്മീഷന് പറയാനുള്ളത്. പ്രോസിക്യൂഷൻ ആ കേസിലും ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. ജാമ്യ ഹർജിയിൽ ശക്തമായിട്ടുള്ള നിലയിൽ ഒപ്പോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് സംവിധാനം ഒരു തരത്തിലും പ്രോസിക്യൂഷൻ്റെ നിലപാട് ആണ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ജാമ്യ ഹർജിയുടെ കാര്യത്തിൽ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ നിയമം അനുശാസിക്കുന്ന വിധത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ആ കാര്യത്തിലും കാണുന്നത്. ഒരു പരാതി കൊടുത്തത് എപ്പോഴാണെന്ന് എനിക്ക് അറിയില്ല. പരാതിപ്പെടുന്നതിന് കാലതാമസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അവർ തന്നെയാണ് പറയേണ്ടത്. അതിജീവിതയുടെ പരാതി കിട്ടിയിട്ടില്ല. മറ്റ് ചില സന്നദ്ധ സംഘടനകളുടെ സ്വമേധയാ അവർ തന്നെ ഇടപെട്ടിട്ടുള്ള സാഹചര്യത്തിൽ പിന്നെ സ്വമേധയാ കേസെടുക്കേണ്ടുന്ന ഒരു പ്രശ്നം ആ കാര്യത്തിൽ ഉണ്ടാവുന്നില്ല. പോലീസ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക്
നിയമ സംവിധാനം യഥാവിധി നടപ്പിലാക്കുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാവണം. കമ്മീഷന് പരാതി തന്നിട്ടുണ്ട്. പക്ഷെ അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് പരാതി തന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് പരാതി കിട്ടിയപ്പോൾ തന്നെ അന്വേഷിച്ചപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട് എന്നുള്ളത് റിപ്പോർട്ടിന് ആവശ്യപ്പെട്ടു.